2025 ജൂലൈ മാസം 11-ാം തീയതി തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ജില്ലയിൽ അമ്മന്നൂർ ഗ്രാമത്തിലുള്ള ആളുകൾ ആ നിശബ്ദമായ അർദ്ധരാത്രിയിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുകയായിരുന്നു. അവിടെയും ഇവിടെയും തെരുവുകളിൽ തെളിയുന്ന വെളിച്ചം, ചില വീടുകളിലെ ലൈറ്റും ഓഫ് ചെയ്യപ്പെട്ടിരുന്നതിനാൽ ആ സ്ഥലം മുഴുവനും വല്ലാതെ ഇരുട്ട് നിറഞ്ഞു കാണപ്പെട്ടു. ഭൂരിഭാഗം ആളുകളും വീട്ടിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. എന്നാൽ അതൊരു വേനൽക്കാലമായതിനാൽ രാത്രി വളരെ ചൂടായിരിക്കും. അതിനാൽ തണുത്ത കാറ്റിൽ ഉറങ്ങാനായി ചിലർ അവരുടെ വീടിന് പുറത്ത് കട്ടിലിട്ട് അവിടെ ഉറങ്ങുകയായിരുന്നു. സമയം ഏകദേശം അർദ്ധരാത്രി 12:15 ഇപ്പോൾ വീടിന് പുറത്ത് തണുത്ത കാറ്റുകൊണ്ടുറങ്ങുകയായിരുന്ന ഒരാൾക്ക് നേരെ ആ ഇരുട്ടിൽ നിന്നും ഒരു രൂപം പതിയെ പതിയെ വരാൻ തുടങ്ങി. ഉറങ്ങിക്കിടന്നിരുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് വന്ന ആ ഒരു രൂപം പതിയെ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാനും തുടങ്ങി. അദ്ദേഹം ഗാഠനിദ്രയിലായതിനാൽ സ്പർശിച്ച് ഉണർത്തി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കാനും ശ്രമിച്ചു. ഈ അർദ്ധരാത്രിയിൽ അനാവശ്യമായി ആരാണ് തന്നെ ഉണർത്തുന്നത് എന്ന് ചിന്തിച്ച് അദ്ദേഹം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. തൻ്റെ അടുത്തുണ്ടായിരുന്ന ആ രൂപം കണ്ടിട്ട് അതാരാണ് എന്നറിഞ്ഞതും, നീയാണോ? ഈ സമയത്ത് നീ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് എന്നും ചോദിച്ചു. എന്നാൽ അതിന് ആ പതിയെ പതിയെ വന്ന രൂപം പറഞ്ഞ ആ മറുപടി കേട്ടതും അദ്ദേഹത്തിന് കുറച്ചു മാത്രം ഉണ്ടായിരുന്ന ആ ഉറക്കം ഇപ്പൊ പൂർണ്ണമായും നഷ്ടമായി. ശരിക്കും അങ്ങനെയാണോ? ശരി, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് മുണ്ടെടുത്ത് മുറുക്കി കെട്ടിയിട്ട് പഴയ തൻ്റെ സ്പ്ലെൻഡർ ബൈക്കും എടുത്തുകൊണ്ട് ആ രൂപത്തെയും ബൈക്കിൽ കയറ്റി തൻ്റെ ഗ്രാമത്തിൽ നിന്നും വടക്കോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഉറങ്ങിക്കിടന്നയാൾ തൻ്റെ ഉറക്കം പോലും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ പോകേണ്ട തരത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അവിടേക്ക് വന്ന ആ രൂപം എന്താണ് പറഞ്ഞത്? അവർ രണ്ടുപേരും ആ അർദ്ധരാത്രിയിൽ എവിടേക്കാണ് പോയത്? ഈ ചോദ്യമെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ. ഈ പതിയെ പതിയെ വന്ന രൂപം ആ ഉറങ്ങിക്കിടന്ന വ്യക്തിയോട് പറഞ്ഞത്, ബാ, നീ പോയി നിന്റെ ബൈക്ക് എടുത്തിട്ട് വാ, നമുക്ക് ബൈക്കിൽ ഒരു റൗണ്ട് പോകാം, അല്പം ഒന്ന് മദ്യപിച്ചിട്ട് വരാം എന്നായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ കുറ്റാക്കൂരിരുട്ടിൽ വടക്ക് ചെയ്യൂരിനെ നോക്കി പോകാൻ തുടങ്ങി. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചു കൊണ്ട് പോകാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ സന്തോഷത്തോടെ ചിരിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ആ രണ്ടു പേരിൽ ഒരാൾ അടുത്ത ദിവസം രാവിലെ വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടായിരുന്നു ആ ഗ്രാമവാസികളെല്ലാം ഉണർന്നത്. ഈ ഒരു വാർത്ത കേട്ട് ചെയ്യൂർ പോലീസും സംഭവസ്ഥലത്തെത്തി. ഫോറൻസിക് സംഘവും എത്തി. തെളിവുകളെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. മരിച്ചതാരാണെന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. അപ്പോഴും കൊന്നതാരാണ് എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വലിയ ചോദ്യം. ഇപ്പൊ കൊലപാതകി ആരാണ്, എങ്ങനെയാണ് കൊന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി അന്വേഷിച്ചു കൊണ്ടിരുന്ന പോലീസിന് ആദ്യം ലഭിച്ച മറുപടി തന്നെ എന്തിനു വേണ്ടി ഇയാൾ ഈ കൊലപാതകം ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു. അതായത് കില്ലറെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ കൊല്ലാനുണ്ടായ ഉദ്ദേശമായിരുന്നു പോലീസ് കണ്ടെത്തിയത്. ഈ ഒരു കാരണം പറഞ്ഞ പോലീസ് എന്ത് ഈ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിച്ച് വല്ലാത്ത ദുഃഖത്തിലാകാൻ തുടങ്ങി. കാരണം കേട്ട ഗ്രാമവാസികൾ പോലും ഞെട്ടിപ്പോയി. ഇപ്പോൾ ഈ ഒരു കേസിൽ കൊല ചെയ്യപ്പെട്ടത് ആരാണ്? അവരെ കൊന്നതാരാണ്? കൊലപാതകം ചെയ്തത് എങ്ങനെയാണ്? പോലീസിനെയും ഗ്രാമവാസികളെയും ഞെട്ടിപ്പിച്ച ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ്? അടുത്തിടെ സംഭവിച്ച വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഈ കൊലപാതകത്തിന്റെ കാരണം തീർച്ചയായും നിങ്ങൾക്ക് പുതുതായിരിക്കില്ല. എങ്കിലും ഇന്നും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? അതും തമിഴ്നാട്ടിലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കിയേക്കാം. സെയ്യൂരിനടുത്തുള്ള അമ്മന്നൂർ ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് ധർമ്മൻ. അദ്ദേഹത്തിന്റെ സഹോദരൻ അണ്ണാമലൈ. രണ്ടുപേരും അതേ ഗ്രാമത്തിൽ തന്നെ അവരവരുടെ കുടുംബവുമായി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. ധർമ്മന് സുഭാഷ് എന്ന 27 വയസ്സുള്ള മകനുണ്ട്. അണ്ണാമലയ്ക്ക് സുരേന്ദ്രൻ എന്ന 32 വയസ്സുള്ള മകനുമുണ്ട്. ഈ രണ്ട് കുടുംബവും എങ്ങനെയാണോ സന്തോഷത്തോടു കൂടി ജീവിച്ചത് അതേ രീതിയിൽ തന്നെയായിരുന്നു സുഭാഷും സുരേന്ദ്രനും സഹോദരങ്ങളെ പോലെ തന്നെ ഒരുമയോടുകൂടി ജീവിച്ചു. രണ്ടുപേരും EB ഓഫീസിൽ കരാർ തൊഴിലാളികളായി ജോലി ചെയ്യുകയായിരുന്നു. ഇങ്ങനെ വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ജൂലൈ മാസം 11-ാം തീയതി വെള്ളിയാഴ്ച രാത്രി ഈ ഒരു സംഭവം നടക്കുന്നത്. മാത്രവുമല്ല, കൊല്ലപ്പെട്ടയാൾ മറ്റാരുമല്ല, ധർമ്മന്റെ 27 വയസ്സുള്ള മകൻ സുഭാഷ് ആയിരുന്നു. അവൻ വീടിന് പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ എന്തിനാണ് അർദ്ധരാത്രിയിൽ ബൈക്ക് എടുത്തുകൊണ്ട് പോയത്? ആരുമായി പോയിട്ടുണ്ടാകും എന്ന സംശയത്തോടു കൂടി, ആ ഒരു ചോദ്യത്തോടു കൂടി പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ആ ഗ്രാമത്തിലെ CCTV ഫുട്ടേജസിലൂടെ തന്നെ സുഭാഷിനെ കൊണ്ടുപോയത് ആരാണ് എന്നുള്ള വിവരം ലഭിച്ചു. സുഭാഷിന്റെ മാതാപിതാക്കളോട് ആ വീഡിയോ ക്ലിപ്പ് കാണിച്ച് ഇതിൽ സുഭാഷിന്റെ കൂടെയുള്ളത് ആരാണെന്ന് ചോദിച്ചു. ആ വീഡിയോ ഫുട്ടേജിൽ സുഭാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തിയെ കണ്ടിട്ട് അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ഞെട്ടി മരവിച്ച് നിന്നുപോയി. നീയാണോടാ ഇത് എന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. സുഭാഷിന്റെ കുടുംബത്തിന് അത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ നിങ്ങൾക്കത് ആരാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അതിൽ യാതൊരു സംശയം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആ CCTV ദൃശ്യങ്ങളിൽ സുഭാഷിനൊപ്പം ബൈക്കിൽ പോയ വ്യക്തി അവന്റെ സഹോദരനായ സുരേന്ദ്ര തന്നെയായിരുന്നു. ശരി, ഇത്രയധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഗ്രാമം മുഴുവനും വല്ലാത്ത ഞെട്ടലിലാണ്. എന്നാൽ സുഭാഷിന്റെ സഹോദരനായ സുരേന്ദ്രൻ എന്താണ് ചെയ്യുന്നത് എന്നറിയണ്ടേ? ആ സമയത്തും അവൻ അവന്റെ വീട്ടിൽ സമാധാനത്തോടുകൂടി ഉറങ്ങുകയായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയ ആ ഒരു സാഹചര്യത്തിൽ പോലും അവൻ ഇത്ര വലിയൊരു ക്രൂരമായ കാര്യം ചെയ്തിട്ട് വീട്ടിൽ സമാധാനമായി ഉറങ്ങുകയാണോ എന്ന ചോദ്യത്തോടുകൂടി പോലീസ് അവിടെ എത്തി അവനെ അറസ്റ്റ് ചെയ്തു. അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. പോലീസിന് ഒരുപാട് ജോലി ചെയ്യേണ്ടി വന്നില്ല. സുഭാഷിനെ കൊന്നത് ഞാൻ തന്നെയാണ് എന്ന് അവൻ ഉടൻ തന്നെ സമ്മതിച്ചു. ഇത് കേട്ട് ഈ ഒരു കേസ് അവസാനിച്ചു എന്ന രീതിയിൽ പോലീസ് ഒരു ദീർഘശ്വാസം എടുത്തു. എന്നാൽ അയാളെ കൊലപാതകം ചെയ്യാനുണ്ടായ കാരണമാണ് പോലീസുകാർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത്. ഞങ്ങളെ കണ്ടാൽ നിനക്ക് ഭ്രാന്തന്മാരെന്ന് തോന്നുന്നുണ്ടോ, വിഡ്ഢികളാണെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതെ, എന്തിനു വേണ്ടിയാണ് കൊന്നത് എന്ന ചോദ്യത്തിന് തുടക്കത്തിൽ അതെനിക്കറിയില്ല എന്ന് വളരെ കൂളായി അവൻ മറുപടി പറഞ്ഞു. എന്നാൽ അതിനുശേഷം പോലീസിന്റെ അടുത്തടുത്ത ചോദ്യങ്ങൾക്ക് അവൻ പതിയെ ശരിയായി തന്നെ മറുപടി പറയാൻ തുടങ്ങി. അങ്ങനെ അവൻ പോലീസിനോട് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അറിയുക. ജൂലൈ 11 വെള്ളിയാഴ്ച രാത്രി വീടിന് പുറത്ത് ഉറങ്ങിക്കിടന്ന സുഭാഷിനെ എഴുന്നേൽപ്പിച്ച സുരേന്ദ്രൻ മദ്യപിക്കാൻ വാ എന്നവനെ വിളിച്ചു. അന്നത്തെ ദിവസം രാത്രി തന്നെ മദ്യപിക്കാൻ പോകുന്നല്ലോ എന്ന ചിന്തയിൽ സുഭാഷും വളരെ സന്തോഷത്തോടുകൂടി അവന്റെ ബൈക്ക് എടുത്തുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോകാൻ തുടങ്ങി. ഈ സമയം തന്റെ കൂടെ വരുന്നവനെ എങ്ങനെ കൊല്ലാം എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുകയായിരുന്നു പുറകിലിരുന്നു കൊണ്ടുവന്ന സുരേന്ദ്രൻ. വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമേ വന്നിട്ടുണ്ടാകൂ. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബൈക്ക് നിർത്താൻ ആവശ്യപ്പെട്ടു. സുഭാഷ് ആ വണ്ടി നിർത്തി. ഉടൻ തന്നെ പച്ചക്കറി വെട്ടാനായി ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് സുഭാഷിന്റെ കഴുത്ത് വെട്ടാൻ തുടങ്ങി. അതായത് ബൈക്കിന് പുറകെ സുരേന്ദ്രൻ ഇരിക്കുകയാണ്, മുൻപിൽ സുഭാഷ് ഇരിക്കുകയാണ്. അങ്ങനെ പിന്നിലിരുന്നു കൊണ്ട് തന്നെ മുന്നിലിരിക്കുന്ന സുഭാഷിന്റെ കഴുത്ത് പേ പിടിച്ച പട്ടിയെ പോലെ വെട്ടാൻ തുടങ്ങി. എന്ത് സംഭവിക്കുന്നു എന്നറിഞ്ഞ് രക്ഷപ്പെടാൻ പോലും കഴിയാത്ത സുഭാഷ് രക്തം വാർന്ന് താഴേക്ക് വീഴുന്നു. കഴുത്തിൽ നിന്നും കൂടുതൽ രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. അറുക്കപ്പെട്ടത് കഴുത്തായതുകൊണ്ട് തന്നെ നിലവിളിക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ട് പിടഞ്ഞ സുഭാഷ് സംഭവ സ്ഥലത്ത് തന്നെ ബോധം നഷ്ടപ്പെട്ടു. എന്നാൽ ഇവിടെയാണ് ആരും സങ്കല്പിക്കാത്ത മറ്റൊരു കാര്യം സുരേന്ദ്ര ചെയ്തത്. അതെ, ബോധം നഷ്ടപ്പെട്ട് വീണ് കിടക്കുന്ന സുഭാഷിന് മുൻപിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി നൃത്തം ചെയ്തവൻ ആസ്വദിച്ചു. ഒരു ഘട്ടത്തിൽ വീണ്ടും വന്ന് സുഭാഷിന്റെ കഴുത്തിൽ അറുക്കാൻ തുടങ്ങി. മരിച്ചു എന്ന് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ സുഭാഷ് ധരിച്ചിരുന്ന ഷർട്ടിനെ ചെറുതായി ഒന്ന് കീറിയെടുത്തു. എന്നിട്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം സുരേന്ദ്രൻ വീട്ടിലേക്ക് ചെന്ന് കുളിച്ച് വീട്ടിലുണ്ടായിരുന്ന പഴയ ചോറ് അത് ആ സമയത്ത് പോലും വാരി വലിച്ച് കഴിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ അങ്ങനെ കിടന്നുറങ്ങി. ഇത്ര കാലവും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് സഹോദരന്മാരെ പോലെ നടന്ന കൂടെ ഉണ്ടായിരുന്നവനെ തന്നെ അവൻ എന്തിനു കൊന്നു എന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ. അതിനുള്ള മറുപടി സംഭവ സ്ഥലത്ത് വന്ന പോലീസ് നായ തന്നെ കണ്ടെത്തി. കൊലപാതകം നടന്നു വന്ന സ്ഥലത്ത് സുഭാഷിന്റെ ഡെഡ് ബോഡി എടുത്തു. പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു. മണം പിടിക്കുന്ന നായ അവിടെ എത്തി. തുടർന്ന് 3 തവണ ഒരേ സ്ഥലം ചുറ്റി വന്നു. അതായത് കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലുള്ള മറ്റൊരു മറവുള്ള പ്രദേശത്തേക്ക് പോയി. ആ ഒരു സ്ഥലം ചുറ്റി വരുമ്പോഴാണ് പോലീസിന് അവിടെ വലിയൊരു ഞെട്ടൽ കാത്തിരുന്നത്. അതെ, സുഭാഷിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി രക്തക്കറയോടുകൂടി അവിടെയുണ്ട്. സുഭാഷിന്റെ ഷർട്ടിൽ നിന്നും കീറിയെടുത്ത ആ ഒരു പീസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കൂടെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കല്ല് അത് മുഴുവനും മഞ്ഞൾ കൊണ്ട് പൂശിയിരുന്നു. സാധാരണ ഈ മൈൽ സ്റ്റോണിലൊക്കെ മഞ്ഞൾ പുരട്ടി ആളുകൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, അതിനെ ദൈവമായി കണ്ട് ആരാധിക്കാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു കല്ലിനെ ദൈവമാക്കി മാറ്റി അതിൽ സുഭാഷിനെ നരബലി കൊടുത്ത് പ്രാർത്ഥിച്ചതിന്റെ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സുഭാഷിനെ കൊന്ന സുരേന്ദ്രൻ സുഭാഷിന്റെ ശരീരത്തിൽ നിന്നും രുദ്രതാണ്ഡവം കളിക്കുകയും അവന്റെ രക്തം പുരണ്ട ആ ഒരു കത്തി കൂടെ തന്നെ അവന്റെ ഷർട്ടിന്റെ ഒരു ഭാഗം എല്ലാം അവിടെ വച്ച് തന്റെ നരബലി അംഗീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. കൂടാതെ സുഭാഷിന്റെ രക്തം അവൻ കുടിച്ചിട്ടുണ്ട് എന്ന വിവരം പോലും പുറത്തു വരുന്നുണ്ട്.
ഇതിനു ശേഷമാണ് വീട്ടിലേക്ക് ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് അവൻ കിടന്നുറങ്ങിയത്. ഈ കാരണം കേട്ട് ഗ്രാമവാസികൾ തന്നെ വായടച്ചുപോയി. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ തുടക്കത്തിൽ എനിക്കറിയില്ല എന്നവൻ മറുപടി പറഞ്ഞു. എന്നാൽ ഒരു ഘട്ടത്തിൽ പെരിയാണ്ടവൻ എന്റെ സ്വപ്നത്തിൽ വന്നു, അവന് ബലി കൊടുക്കാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ബലി കൊടുത്തത് എന്ന് അവൻ വളരെ കൂളായി ശാന്തമായി തന്നെ മറുപടി പറഞ്ഞു. ഈ സമയം അവന്റെ പ്രവൃത്തിയും സംസാരവും വളരെ വ്യത്യസ്തമാണ് എന്ന് പോലീസ് ശ്രദ്ധിച്ചു. അതുകൊണ്ട് സുരേന്ദ്രന്റെ മാതാപിതാക്കളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞത് അവൻ നന്നായി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അടുത്തിടെ കഴിഞ്ഞ 1 മാസമായി അവന്റെ പെരുമാറ്റം ഒന്നും ശരിയല്ലായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെയാണ് പെരുമാറിയത്. അർദ്ധരാത്രിയൊക്കെ ഉണർന്ന് കുളിക്കും. ആ സമയത്ത് പോലും ഭക്ഷണമൊന്നും കാണാത്തവനെ പോലെ ഒരു പ്ലേറ്റ് നിറയെ ഭക്ഷണം നിറച്ച് അത് വാരി വലിച്ചു കഴിക്കും. ഇങ്ങനെ വളരെ വ്യത്യസ്തമായി തന്നെ അവൻ പെരുമാറി. ഞങ്ങളും ക്ഷേത്രത്തിലും പള്ളിയിലും ദർഗയിലും ഒക്കെ അവനെ കൊണ്ടുപോയി. അവൻ സുഖപ്പെട്ടു എന്നാണ് ഞങ്ങളും കരുതിയത്. പക്ഷെ പെട്ടെന്ന് അവൻ ഇങ്ങനെ ചെയ്തു. സുരേന്ദ്രന്റെ ശരീരത്തിൽ ഇടയ്ക്കിടെ ദൈവം കടക്കും. ആ സമയത്തൊക്കെ അവനെ കൈകാര്യം ചെയ്യുന്നത് സുഭാഷായിരുന്നു. എന്നാൽ സുരേന്ദ്രനെ കുറിച്ച് ആ ഗ്രാമവാസികൾ പറയുന്നത് എല്ലാം അവന്റെ അഭിനയം മാത്രം. മറ്റെന്തോ കാരണത്താൽ പദ്ധതിയിട്ടാണ് സുഭാഷിനെ കൊന്നത്. എന്നിട്ട് ദൈവം എന്തോ ചെയ്തു എന്ന രീതിയിൽ അവൻ ദൈവത്തെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, സുഭാഷും സുരേന്ദ്രനും ഒരേ പെൺകുട്ടിയെയാണ് സ്നേഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ സുഭാഷിനെ കൊന്നത് എന്നും പറയപ്പെടുന്നു. ഈ ഒരു കേസിനെ സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും പുറത്തുവിട്ടില്ല. ഇപ്പോഴും അന്വേഷണം അവസാനിക്കാത്ത ഈ ഒരു കേസിനെ കുറിച്ച് മാധ്യമങ്ങൾ വഴി പുറത്തു വന്ന വിവരങ്ങൾ വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നരബലിയാണ്. കാരണം അവിടെയായി നമ്മൾ ഇടയ്ക്കിടെ ചില വാർത്തകൾ ഇതിനെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ നടക്കും. കേരളത്തിലും ചിലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. അത് ചെയ്തത് 30 വയസ്സുള്ള ഒരു യുവാവാണ്. അതാണ് വളരെ ഞെട്ടിപ്പിക്കുന്നത്. ഡിജിറ്റൽ ലോകം എന്നൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയും. എന്നാൽ ഇക്കാലത്ത് പോലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വല്ലാത്ത സങ്കടകരം തന്നെയാണ്. 60 വയസ്സുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം നമുക്ക് ഞെട്ടലുണ്ടാകില്ല. ഈ തലമുറയിലുള്ള ആൺകുട്ടികൾ പോലും യുവാക്കൾ പോലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വീഴുന്നു എന്നുള്ളതാണ് വല്ലാതെ ഞെട്ടിപ്പിക്കുന്നത്. പൊതുവെ ഇങ്ങനെ ശരീരത്തിൽ ദൈവം കയറുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നത് ശാസ്ത്രീയമായി പറയണമെന്നുണ്ടെങ്കിൽ അത് തലച്ചോറിനും നാഡിക്കും താൽക്കാലികമായി സംഭവിക്കുന്ന ഒരു മാറ്റം കാരണമാണ് ഉണ്ടാകുന്നത്. ഈ ദൈവം വന്നു, ദൈവം എന്നിൽ കയറി എന്നൊക്കെ പറയുന്നവരുടെ ഒരു വിശ്വാസം, പ്രതീക്ഷ, മുഴുവൻ സമൂഹത്തിന്റെയും ഒരു വിശ്വാസം, ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് ചില കാര്യങ്ങൾ അവരിങ്ങനെ പ്രവചിക്കുന്നു. സ്വയം മറന്ന് ആ സ്ഥലത്ത് താൻ തന്നെ ദൈവമായി മറ്റൊരാളായി അയാൾ സങ്കല്പിക്കുകയാണ്. അതിപ്പോൾ ആ ഒരു പ്രദേശമനുസരിച്ച്, അവിടെയുള്ളൊരു ക്ഷേത്രം അനുസരിച്ച്, അവിടെയുള്ള ഒരു ദൈവത്തെ പോലെ തന്നെ അങ്ങനെ കാണിക്കാൻ തുടങ്ങും. പറഞ്ഞു വന്നാൽ മണിച്ചിത്രത്താഴ് സിനിമയിലെ ഗംഗ നാഗവല്ലിയായി മാറുന്ന അതുപോലൊരു സംഭവം. എന്നാൽ ആ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ, പെരുമാറുന്ന രീതി അവർക്ക് പോലും അറിയില്ലായിരിക്കും. ഇങ്ങനെ സ്വയം ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ആ നാട്ടിലൂടെ നടന്ന് തിരിഞ്ഞ് സുരേന്ദ്രൻ ദൈവം തന്റെ സ്വപ്നത്തിൽ വന്ന് നരബലി ചോദിച്ചു എന്ന് പറഞ്ഞ് ഒരു കൊലപാതകം ചെയ്തിട്ട് താൻ നരബലി നൽകിയെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏത് തരത്തിൽ വിശ്വസിക്കാനും അംഗീകരിക്കാനും സാധിക്കും? സ്വപ്നത്തിൽ വന്നൊരു കാര്യത്തെ വിശ്വസിച്ച് പദ്ധതിയിട്ട് തന്റെ സ്വന്തം സഹോദരനെ തന്നെ കൊന്നു. കൂടെ ജനിച്ചില്ല എങ്കിൽ കൂടിയും സഹോദര സ്ഥാനമുള്ളവൻ തന്നെയല്ലേ? ചെറിയ പ്രായം മുതൽ ഒരുമിച്ച് കളിച്ച് നടന്നവനെ ഇത്ര ക്രൂരമായി തന്നെ കൊന്നു. ഇത് വല്ലാത്ത വിചിത്രമായി തന്നെ തോന്നുകയാണ്. എങ്കിലും ഇത് നരബലി തന്നെയാണോ? അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ലവ് കാരണമുണ്ടായ പ്രതികാരമാണോ? പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് പറയുക. നരബലി ആയിരിക്കുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം ഇതിന് പുറകിൽ ഉണ്ടാകുമോ? താൻ സ്നേഹിച്ച പെൺകുട്ടി തനിക്ക് ലഭിക്കണം എന്നുള്ളതിന് വേണ്ടി ഇവിടെ ഈ മതവിശ്വാസങ്ങളെയും ദൈവങ്ങളെയും ഈ കേസിലേക്ക് വലിച്ചിഴക്കുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിന് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.